പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോയും ദിവ്യ എസ് അയ്യർ IAS എന്ന് പറയുന്ന ആ IAS ഉദ്യോഗസ്ഥയെ കുറിച്ചിട്ടാണ്. പക്ഷെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വീഡിയോ ആ IAS ഉദ്യോഗസ്ഥയെ വിമർശനപരമായി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ആ IAS ഉദ്യോഗസ്ഥയെക്കുറിച്ച് വിമർശനപരമായിട്ടാണ് ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വിമർശനപരമായി ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഈ വീഡിയോ ദിവ്യ എസ് അയ്യരെ വിമർശിക്കുന്ന ഒരു വീഡിയോ അല്ല എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥയ്ക്ക് IAS ഉദ്യോഗസ്ഥയോട് ഉപദേശ രൂപേണ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാനിവരെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവർ ഈ IAS ഉദ്യോഗസ്ഥ ഒരു ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. അതിനുശേഷം അവർ IAS എഴുതിയെടുത്ത് 2014 മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അവർ IASൽ ചേരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 വർഷം അവർക്ക് എക്സ്പീരിയൻസ് ആയി. ഞാൻ അവരെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ നല്ല കഴിവുള്ളൊരു സ്ത്രീയാണ്. പലതരത്തിലുള്ള കഴിവ് അവർക്കുണ്ട്. അവരെന്തോ വലിയ പാട്ടുകാരിയാണെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർക്ക് അങ്ങനെ ചിന്തിക്കാനും കുഴപ്പമില്ല, ഞാൻ ആ നിലയിൽ പറഞ്ഞതല്ല. പക്ഷേ അവർ നല്ല പുസ്തക വായനയുള്ള ഒരു വനിതയാണ്, ബുദ്ധിമതിയാണ്, നല്ലപോലെ സംസാരിക്കാൻ, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം കഴിവുകളുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഈ ദിവ്യ എസ് അയ്യർ. അവർ നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള മുൻ MLA ഒക്കെ ആയിരുന്ന, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറൊക്കെ ആയിട്ടുള്ള KS ശബരിനാഥനെ വിവാഹം കഴിച്ചു. അത് നമുക്കറിയാം. അവർ കേരളത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരു വനിതയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അവർക്ക് ഈ IAS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു പിടി അവസരങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ വനിതയ്ക്ക് പാളിപ്പോയത്. തൻ്റെ കഴിവ് തെളിയിച്ച് ആ കഴിവ് തെളിയിക്കുന്നതിലൂടെ അവരുടെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നതിന് പകരം അവരെ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള തൻ്റെ ഈ സാന്നിധ്യം, തൻ്റെ സ്പേസ്, തൻ്റെ ഇടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചില കുറുക്കു വഴികൾ അവലംബിച്ചു. അവിടെയാണ് ഈ വനിതയ്ക്ക് പാളിപ്പോയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ അവർ സാമൂഹ്യ മാധ്യമത്തിലെ അവരുടെ ഇടം ഉപയോഗിക്കുന്നതിനൊന്നും നമുക്ക് വിമർശിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അത് വിമർശിക്കേണ്ടതുമല്ല. അവർക്ക് അവരുടെ സാമൂഹ്യ മാധ്യമ പ്രസൻസ് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളിടത്താണ് ഈ വനിത ആകെപ്പാടെ അടപടലം ഈ വനിതയ്ക്ക് തെറ്റിപ്പോയത്. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ബുദ്ധിമതിയായിട്ടുള്ളൊരു വനിതയാണ് ഇവർ IASൽ കയറിയപ്പോൾ മുതൽ ഒരുപിടി പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അവർക്ക് വഹിക്കാനുള്ള അവസരം അവർക്കുണ്ടായി. എന്തുകൊണ്ടും ആയിക്കൊള്ളട്ടെ, പല നല്ല നല്ല സ്ഥാനങ്ങൾ വഹിക്കാൻ അവർക്ക് അവസരമുണ്ടായി. ആ സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നു കൊണ്ട് താൻ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരിടപെട്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയെടുക്കുകയും അതാത് സ്ഥാപനങ്ങളുടെ അവരെവിടെയൊക്കെയാണോ ഇരിക്കുന്നത് ആ സ്ഥാപനങ്ങളുടെ, ആ വകുപ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലായിരുന്നു യഥാർത്ഥത്തിൽ ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ ഈ വനിത അവർ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ലാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിവുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് അവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിവുള്ളൊരു സ്ത്രീയായിട്ടാണ് ഞാൻ അവരെ ഇപ്പോഴും ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ അവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവരുടെ ഇടം വളർത്താൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ ഇടപെടൽ പരിപൂർണമായി തെറ്റിപ്പോയി. അവരവരുടെ
ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിന് പകരം അവർ ഈ ഒരു സൈസ് ചെളിയ ഇടപെടലുകളാണ് അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടത്തിയത്. അവർ തൻ്റെ ചില മൂവ്മെൻറ്റുകൾ, തൻ്റെ ചില ശരീരഭാഷകൾ, തനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം, അവരുമായിട്ട് ചിരിച്ച് കളിച്ച് ഇങ്ങനെ കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു രീതി, ആ രീതിയിൽ ഉള്ള ഒരു സൈസ് മൂന്നാംകിട ഇടപെടലാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയത്. അവർക്ക് പറ്റിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ അതാണെന്തോ വലിയ സാമൂഹ്യ മാധ്യമ ഇടപെടലെന്നും അതാണ് കൂടുതൽ ആളുകൾ കാണുകയെന്നും അതാണ് ആളുകളുടെ ഇടയിൽ തൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക എന്നും ഈ സ്ത്രീ തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് അവർ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ, പിണറായി വിജയൻ്റെ ചെവിയിൽ രഹസ്യം പറയുന്ന ഫോട്ടോ, പിണറായി വിജയന് ബൊക്കെ കൊടുക്കുന്ന ഫോട്ടോ, CPM-ൻ്റെ നേതാക്കന്മാരുമായിട്ട് അടുത്തിരുന്ന് കുശലം പറയുന്നതിൻ്റെ ഫോട്ടോ, CPM-ൻ്റെ നേതാക്കന്മാരെ അനാവശ്യമായി പുകഴ്ത്തുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ അവരെ ഇടാൻ തുടങ്ങിയത് ഈ തെറ്റായിട്ടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമായിട്ട് വേണം നമ്മൾ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഇടതുപക്ഷം ഇരുന്നപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരെ പുകഴ്ത്താൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എന്താണ്? അവരെ വിശ്വാസയോഗ്യതയുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിരുന്നു. ആ കോൺഗ്രസ് നേതാവ് എടുക്കുന്ന നിലപാടുകൾക്കും ആ കോൺഗ്രസ് നേതാവിൻ്റെ പാർട്ടി LDF നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാടുകൾക്കുമെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുക്കാൻ തുടങ്ങി. അത് ഇവരുടെ കൂടുതൽ ചർച്ചാ വിഷയമാക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവർ യഥാർത്ഥത്തിൽ ഇപ്പം IAS ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവർ നിഷ്പക്ഷരായിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അവരവരുടെ ജോലിയും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുക, ഭരണാധികാരികളെ അവരിൽ അർപ്പിക്കുന്ന ചുമതല നിർവഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക, അതാണല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കടമ എന്ന് പറയുന്നത്. അതിന് പകരം അവരെന്ത് ചെയ്തു? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള അടുപ്പം, അവരുമായിട്ട് സ്വകാര്യം പറയൽ, ഇതിലൊക്കെ അഭിരമിക്കാൻ തുടങ്ങി അവർ. പിന്നെ അവരും ഈ പറഞ്ഞ പോലെ മറ്റ് പല IAS ഉദ്യോഗസ്ഥന്മാരെ പോലെ കൽപ്പാന്തകാലം പിണറായി വിജയൻ ഭരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ തലയിലും കയറി. കാരണം 10 വർഷമായിട്ട് അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 10 വർഷമായിട്ട് പിണറായി വിജയനെയും KK രാഗേഷൊക്കെയാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കൽപ്പാന്ത കാലത്തോളം ഈ വിജയനും ഈ രാഗേഷും ഈ ബ്രിട്ടാസും ഇവരൊക്കെ അങ്ങ് തുടരും എന്ന് ധരിച്ച് വശായി ഈ വനിത എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അവർ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം വലിയ തോതിൽ പൊലിപ്പിച്ച് കാണിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുടെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് ഇവരങ്ങ് മറന്നു. ഇവർ ഇതിലങ്ങ് അഭിരമിച്ചു. എന്നിട്ട് അവരെ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് നടക്കാൻ തുടങ്ങി. ആ ഫോട്ടോഗ്രാഫർ ഇതുപോലുള്ള ലൈറ്റർ മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് തുടങ്ങി. അവരത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് അതങ്ങ് മാറി. ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയനെ ജനങ്ങൾ ചവിട്ടുകോട്ടയിലോട്ട് ഇട്ടു, എടുത്ത് ചുരുട്ടുകൂട്ടി ചവിട്ടുകോട്ടയിലോട്ട് എറിഞ്ഞു. എറിഞ്ഞതിൻ്റെ പുറമെ ആ എതിർപ്പിൻ്റെ തേരിലേറി വലിയ പണിയൊന്നും ചെയ്യാതെ VD സതീശൻ മുഖ്യമന്ത്രിയായി. ഈ സ്ത്രീകൾക്ക് റിസർവേഷനിൽ അവർ ജയിച്ചു വരുന്നത് പോലെ അയാൾ മുഖ്യമന്ത്രിയായി. അയാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും VD സതീശൻ എന്ത് ചെയ്തു? G കാർത്തികൻ്റെ വീട്ടിൽ ചെന്നു. കാരണം G കാർത്തികൻ VD സതീശൻ്റെ ഗുരുവായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും VD സതീശൻ കാർത്തികൻ്റെ ഭാര്യയായിട്ടും ഒക്കെ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇവരുമായിട്ട് സംസാരിച്ചു. ഉടനെ അവരതും എടുത്ത് സാമൂഹ്യ മാധ്യമത്തിലിട്ടു. അതിനെ തുടർന്ന് അവർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വന്നു. അവിടുത്തെ മന്ത്രി KM ഷാജിയായിട്ടാണ്. KM ഷാജിയുമായും സ്വകാര്യ നിമിഷങ്ങൾ അവർ ചിരിച്ചിങ്ങനെ പൊട്ടിച്ചിരിച്ച് ഇരിക്കുന്നതൊക്കെ എടുത്തു. അതും സാമൂഹ്യ മാധ്യമത്തിലിട്ടു. അങ്ങ് സന്തോഷിച്ചു. അപ്പം നേരത്തെ കാലത്തുള്ള സർക്കാരുമായി ചേർന്ന് നിന്നു, അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോഴത്തേക്കും ഇവരുമായിട്ട് ചേർന്ന് നിന്ന് അതിൻ്റെ ഗുണങ്ങൾ ആഘോഷിക്കാം എന്ന് ഈ സ്ത്രീ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവിടെ അവർക്ക് പാളിപ്പോയി. അവർക്ക് ആകെപ്പാടെ പാളിപ്പോയി. അവരെ ഇടതുപക്ഷത്തിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനം അത് അവർക്ക് പാരയായി വന്നു എന്നുള്ളത് അവർക്ക് പിന്നീട് മനസ്സിലായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ സ്ത്രീക്ക് പറ്റിയതെന്ന് ചോദിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തു. അതും കുറേ ആളുകൾ കണ്ടു. എന്തായാലും എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയും KM ഷാജിയും
ഈ വനിതയും ദിവ്യ IAS അയ്യരും പങ്കെടുത്തു. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയും KM ഷാജിയും ഇവരെ മൈൻഡ് ചെയ്തില്ല. ഇവരെ കണ്ടതായി പോലും നടിച്ചില്ല. ഇവരെ കണ്ടപ്പോൾ ഇവർ നേരത്തെ ഇൻസ്റ്റാഗ്രാമിലിട്ട ആ ഫോട്ടോയിൽ KM ഷാജിയായിട്ട് ഇവർ ഇങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ അർമാദിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ യോഗത്തിൽ ഷാജി അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഷാജിയുടെ മുഖത്ത് കടന്നൽ കുത്തിയതുപോലെയാണ് ഇരിക്കുന്നത്. എക്സ്ട്രീം ഗൗരവം ഷാജിയുടെ മുഖത്ത്, മുഖ്യമന്ത്രിയുടെ മുഖത്തും ഗൗരവം. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ആകെപ്പാടെ കുഴപ്പത്തിലായി. ഈ സ്ത്രീ ആകെപ്പാടെ അടപടലം പൊളിഞ്ഞു. ആ സ്ത്രീയുടെ മുഖത്തും അതിൻ്റെ ഗൗരവം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് അനഭിലഷണീയമായി ഈ IAS ഉദ്യോഗസ്ഥ മാറി. അപ്പം അതുകൊണ്ട് എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ഈ IAS ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ പണികൾക്കൊക്കെ പോയത്? എത്രയോ IAS ഉദ്യോഗസ്ഥർ വനിതകൾ വേറെ ഉണ്ട്, സീനിയറും ജൂനിയറും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ജോലി ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ചിലരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമാണ്, അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞതുപോലത്തെ ഈ കൂടെ ഈ ഒരാളെ കൊണ്ടു നടന്ന് അയാളെ കൊണ്ട് ഇതെല്ലാം എടുത്ത് റീലുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് ഇത്ര വഷളാവേണ്ട കാര്യമെല്ലാം ഉണ്ടായിരുന്നോ ഈ ദിവ്യ IAS അയ്യർ എന്നുള്ള ഈ വനിതയ്ക്ക്? അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ നടത്തിയ അർമാദം, നിങ്ങൾ ഈ നടത്തിയ ആഘോഷം നിങ്ങൾക്ക് മുഖത്ത് ഇപ്പോൾ ഒരു അടിയായി ലഭിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം. ഇനിയും നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ ഈ വില കുറഞ്ഞ മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള ഈ ചില്ലറ റീലുകളും ചിരിയും കളിയും തമാശയും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഈ തെറ്റിൽ നിന്ന് പാഠം പഠിക്കൂ. നിങ്ങളുടെ സിവിൽ സർവീസിൻ്റെ അന്തസ്സും അഭിമാനമൊക്കെ നിലനിർത്താൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ചെളി സാധനങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് ഈ ദിവ്യ IAS അയ്യർ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിച്ചിട്ട് അവരവരുടെ ജോലിയിൽ കേന്ദ്രീകരിക്കണം. ജോലിയിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യക്ഷമമായിട്ട് ആ ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലിട്. കഴിവുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ള നിലയിൽ, കഴിവുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഈ ദിവ്യ IAS അയ്യർ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ചിരിയും കളിയും അതുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റിമറിക്കുക. നിങ്ങൾക്കതിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ വിമർശനപരമല്ല, ഇത് സതുദ്ദേശപരമാണ്. ഒരു സഹോദരൻ എന്നുള്ള നിലയിലുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ദിവ്യ IAS അയ്യർക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് അവർ ഇനി ഇത്തരം ഈ തറ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് അവരവരുടെ ജോലിയിൽ കേന്ദ്രീകരിക്കുക. അവരിപ്പോൾ 2-3 ചുമതലകൾ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചുമതലകളൊക്കെ ചെയ്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രവർത്തനം നല്ല കാര്യക്ഷമമാക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതയാവുകയാണ് ഇനി ദിവ്യ IAS അയ്യർ ചെയ്യേണ്ടത് എന്നാണ് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് ദിവ്യ IAS അയ്യരോട് വളരെ വിനയാന്വിതനായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ വിമർശനങ്ങളിൽ എന്തെങ്കിലും ഒരല്പം കടുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ദിവ്യ IAS അയ്യരോട് ഞാൻ ക്ഷമ ചോദിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്.